ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു കുഞ്ഞ് കണ്ണൂർ വ്ലോഗ് എടുക്കുകയാണേ. ഇവരെ എല്ലാവരെയും ഞാൻ വ്ലോഗിൽ ആഡ് ചെയ്യാം. ഏത് തെയ്യത്തിൻ്റെ കഥ അങ്ങനെ അറിയില്ല, ഇഷ്ടമുള്ള പറഞ്ഞോ. ആ ഒരച്ഛനും നമുക്കും മക്കളില്ലാത്തോണ്ട് കൊറേ നാള് തപസ് ഇരുന്നിട്ട് കൊറേ നാളത്തെ തപസ്സിന് ശേഷം ഗുളികൻ തെയ്യത്തിനെ ഇങ്ങനെ പ്രസവിച്ചു. ശിവൻ അനുഗ്രഹിച്ചിട്ട് ഗുളികൻ തെയ്യത്തിനെ പ്രസവിച്ചു. ശിവൻ പറഞ്ഞു, ബുദ്ധി ഇല്ലാത്ത കുഞ്ഞു വേണമെങ്കിൽ ആ കുഞ്ഞിനെ കുറെ നാള് ജീവിപ്പിക്കാം, 90 വയസ്സ് വരെ ജീവിപ്പിക്കാം. നല്ല ബുദ്ധി നല്ല പഠിപ്പുള്ള കുഞ്ഞുവാണെങ്കിൽ 15-ാം വയസ്സ് വരെ ജീവിപ്പിക്കുള്ളൂ. നല്ല ബുദ്ധിയില്ല കുഞ്ഞുമായി പറഞ്ഞിട്ട് 15-ാം വയസ്സ് വരെ ഇതാക്കി. എന്നിട്ട് ജന്മം കൊടുത്തു ആ കുഞ്ഞിന്. എന്നിട്ട് ഇങ്ങനെ വളർന്ന് ഓരോ കുഞ്ഞിന് ഓരോരോ ബർത്ത്ഡേക്ക് അമ്മക്കും അച്ഛനും വിഷമമാണ്. ഇങ്ങനെ കുഞ്ഞ് മരിച്ചു പോകുന്നതുകൊണ്ട് വിഷമമാണ്. പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ കുഞ്ഞ് മരിക്കാനായി. ഒരു ദിവസം കാലെല്ലാം വന്നിട്ട് കുഞ്ഞിനെ കൊണ്ടുപോകാൻ വന്നു, കൊല്ലാൻ വേണ്ടിട്ട്. എന്നിട്ട് കാലനെ കൊന്നു കുഞ്ഞ്. എന്നിട്ട് ആ കുഞ്ഞിനുള്ളിൽ കാലം കയറി. ശിവലിംഗം പിടിച്ചാടിയിരുന്നു. എന്നിട്ട് ശിവൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഇത് നീയാണ് ഇവിടുത്തെ കാലൻ. അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് കാലൻ്റെ തൃശൂലും കൊടുത്തു, എല്ലാം കൊടുത്തിട്ട് മുഖംമൂടി ധരിപ്പിച്ചിട്ട് അവിടെ ശിവലിംഗത്തിനൊപ്പം ഇരുത്തി. എന്നിട്ട് ഇപ്പാണ് അതുകൊണ്ടാണ് ഗുളികൻ തെയ്യാന്ന് പേര് വന്നിന്. എന്ത് രസമായിട്ടാണെന്നറിയോ ആ കുഞ്ഞ് ഞങ്ങൾക്ക് കഥയൊക്കെ പറഞ്ഞു തന്നത്. ഞങ്ങൾക്ക് ഒന്നും അറിയില്ലായിരുന്നു. അവന് ഫുള്ള് ഞങ്ങൾക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് തെയ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു തന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ജില്ലകൾ വെച്ച് നോക്കുമ്പോൾ കണ്ണൂർ എനിക്ക് ഏറ്റവും ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നിയത് അവരുടെ ആ ഒരു കൾച്ചറും അവരുടെ ആ ഒരു പ്രദേശമാണ്. ഭയങ്കര ഗ്രീനായിരുന്നു അവിടെ ഫുള്ള്. നമ്മൾ എവിടെ നോക്കി തിരിഞ്ഞാലും അവിടെ ഫുള്ള് അമ്പലങ്ങളും അതിൻ്റെ ആചാരങ്ങളും പിന്നെ അവരുടെ സംസാരമൊക്കെ പ്രത്യേക ശൈലിയാണ്, കേൾക്കാൻ നല്ല രസമാണ്. അവരുടെ ആതിഥ്യ മര്യാദ എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയ ഇതായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര നല്ല മനുഷ്യരാണ് അവിടെ ഉള്ളത്. അപ്പോൾ എനിക്ക് ആദ്യം അവരുടെ സംസാരമൊക്കെ കുറച്ച് മനസ്സിലാക്കാൻ പാടായിരുന്നു, നമ്മൾ ട്രിവാൻഡ്രം സ്ലാങ് ആയതുകൊണ്ട്. അങ്ങനെ ഞങ്ങളും ജിബിൻ ചേട്ടൻ്റെ ഫാമിലി, ജിബിൻ ചേട്ടൻ്റെ വൈഫും കുട്ടികളും ജിബിൻ ചേട്ടനും പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ആദ്യം പോയത് തിരുവാട്ടുകാവ് ദേവിയെ കാണാനാണ്. തിരുവാട്ടുകാവ് ദേവി ഞങ്ങളുടെ ആറ്റിങ്ങലിലെ തിരുവാറാട്ടുകാവ് ദേവിയായിട്ട് ഒരുപാട് സാമ്യമുള്ള അമ്മയാണ്. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് വ്ലോഗും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പോയത് അവിടുത്തെ ഉത്സവം തുടങ്ങുന്നതിന് 2 ദിവസം മുൻപാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് തൊഴുതിറങ്ങാൻ പറ്റി. കാരണം ആളുകൾ ഭയങ്കര കുറവായിരുന്നു. വളരെ നന്നായിട്ട് തൊഴാൻ പറ്റി. കൂടുതലും നമ്മൾ ഇൻസ്റ്റാഗ്രാം റീല് വഴിയും സോഷ്യൽ മീഡിയ വഴിയും കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം വഴിപാടാണ് അവിടുത്തെ പയറും കോഴി ഇറച്ചിയും ചേർന്നിട്ടുള്ളൊരു പ്രസാദം. അപ്പോൾ ആ പ്രസാദം വാങ്ങിക്കാനായിട്ടാണ് ഇപ്പോൾ അവിടെ ജിബിച്ചേൻ്റെ വൈഫ് നിന്നത്. ലാസ്റ്റ് ആ പ്രസാദം ഞങ്ങളുടെ കയ്യിൽ കിട്ടി. ഇത് ആക്ച്വലി എന്ന് പറയുന്നത് ഒരു പായസം ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ, അത് സെപ്പറേറ്റ് ഓർഡർ ചെയ്തതാണ്. അപ്പം അല്ലാതെ ഒരു പയറും നമ്മുടെ പയറിൽ തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള പയറും പിന്നെ കുരുമുളക് ഇട്ടിട്ടുള്ള ഒരു നാടൻ കോഴി, അവിടെ കോഴി നേർച്ചയായിട്ട് കൊടുക്കുന്ന കോഴിയാണെന്ന് തോന്നുന്നു അവർ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ ഭയങ്കര നല്ലതായിരുന്നു, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അമ്പലത്തിലൊക്കെ ഇരുന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നേരെ പോയത്, ഞങ്ങൾ ഇവിടുന്ന് കുറേ ഇൻസ്റ്റാഗ്രാമിലെ റീലൊക്കെ കണ്ടിട്ട് കുറേ സ്ഥലങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ കണ്ണൂർ കോക്ടെയിൽ കുടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ ഞങ്ങളെ അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒത്തൻറ്റിക് കണ്ണൂർ കോക്ടെയിൽ ഷോപ്പിൽ തന്നെ കൊണ്ടുപോയി. പിന്നെ അവിടുത്തെ ക്യൂ കണ്ടപ്പോൾ എൻ്റെ അമ്മ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം എന്തായാലും ഇവിടെ നിന്നൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ ജിബിൻ ചേട്ടൻ ഉള്ളതുകൊണ്ട് ആ ചേട്ടൻ ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ചേട്ടൻ്റെ ഇടയിൽ കൂടെയൊക്കെ കയറി എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ആ സാധനം ഞങ്ങളുടെ കയ്യിൽ കിട്ടി. ഒന്നും പറയാനില്ല, സാധനം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു.
അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പുലരി റെസ്റ്റോറൻറ്റിലേക്ക് പോയി. പുലരിയും ഞങ്ങളിങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുറച്ച് റെസ്റ്റോറൻറ്റിൽ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ലിസ്റ്റായിരുന്നു. അപ്പം ജിബിൻ ചേട്ടന് അറിയാമെന്നുള്ളത് കൊണ്ട് നേരെ അവിടെ പോയി. അപ്പോൾ അവിടെ പോയപ്പോഴും അവിടെ ഉച്ചയ്ക്കൊന്നും അടുക്കാൻ പറ്റാത്ത തിരക്കായിരുന്നു. ഞങ്ങൾക്ക് ഇരിക്കാനൊന്നും സീറ്റ് കിട്ടിയില്ല. കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ അവിടുത്തെ എനിക്ക് കല്ലുമ്മക്കായ ബിരിയാണി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ കല്ലുമ്മക്കായ ബിരിയാണിയും എക്സ്ട്രാ കല്ലുമ്മക്കായ റോസ്റ്റും പറഞ്ഞു. രണ്ടും രണ്ട് ടേസ്റ്റാട്ടോ, പക്ഷേ ഒരു രക്ഷയില്ല, അടിപൊളി സാധനമായിരുന്നു. പിന്നെ മീൽസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിച്ചേട്ടൻ, ജിബിൻ ചേട്ടനൊക്കെ. അപ്പം ഞാനും ജിബിൻ ചേട്ടൻ്റെ വൈഫും പിള്ളേരും ഒക്കെയാണ് ബിരിയാണി ടേസ്റ്റ് ചെയ്തത്. നല്ല സ്പൈസിയാണ് പക്ഷേ എനിക്കറിയില്ല, ഞാൻ ഇവിടെ ഇങ്ങനത്തെ ഇത്രയും നല്ല ബിരിയാണി കഴിച്ചിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ പോയത് പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാനാണ്. അപ്പോൾ മുത്തപ്പനെ നേരിട്ട് കണ്ട മുത്തപ്പൻ കാര്യങ്ങളൊക്കെ സംസാരിക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറയാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഫസ്റ്റിൽ പോയത്. അപ്പം മുത്തപ്പനെ കയറി കണ്ട് തൊഴാൻ പറ്റി, പക്ഷേ മുത്തപ്പൻ്റെ വേഷം കെട്ടിയത് കാണാൻ പറ്റിയില്ല. അവിടെ കുറേ എല്ലാവരും പറഞ്ഞു കേട്ടതുപോലെ തന്നെ ഒരുപാട് പട്ടികളുണ്ട് അവിടെ. അത് അവരാരും ഓട്ടിക്കത്തൊന്നുമില്ല, അവർ ആ പരിസരത്തൊക്കെ തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കും. അപ്പം അവരാരും ഉപദ്രവിക്കുകയൊന്നുമില്ല ആ പട്ടികൾ. അപ്പം അങ്ങനെ അതൊരു വല്ലാത്തൊരു കാഴ്ചയാണ് കേട്ടോ. നമ്മളിവിടങ്ങളിലൊന്നും അങ്ങനെ ഒരു അമ്പലങ്ങളിലൊന്നും പട്ടികളെ കയറ്റുന്ന കണ്ടിട്ടില്ല. പക്ഷേ ഇത് ഭയങ്കര ഒരു മുത്തപ്പനുമായിട്ട് എന്തോ സ്റ്റോറിയൊക്കെ ഉണ്ട്. അപ്പം മുത്തപ്പനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം വെളുപ്പിന് 5 മണിക്ക് വന്നാൽ മുത്തപ്പനെ കാണാമെന്ന് പറഞ്ഞു. പിന്നീട് ഞങ്ങൾക്ക് ആ പ്ലാനൊക്കെ മാറ്റേണ്ടി വന്നു. ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്താണ് പോയത്. പക്ഷേ ഞങ്ങൾക്ക് യാത്രാക്ഷീണവും എല്ലാം കൊണ്ട് പിറ്റേ ദിവസവും വെളുപ്പിന് 5 മണിക്ക് എണീറ്റ് പോകുന്ന കാര്യം ആലോചിച്ചപ്പോൾ ആ ഒരു പ്ലാൻ ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ മുത്തപ്പനെ കാണാൻ വീണ്ടും വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് പിന്നീട് പിറ്റേ ദിവസം തിരിക്കുന്നത്. എങ്കിലും എൻ്റെ മനസ്സിൽ അതൊരു നടക്കാതെ പോയൊരു ആഗ്രഹമായിട്ട് ഇപ്പോഴും കിടപ്പുണ്ട്. എനിക്ക് ഞാൻ തൊട്ടടുത്ത മാസം തന്നെ എൻ്റെ മനസ്സിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം റണ്ണിങ് ചെയ്തുകൊണ്ട് പോകുന്ന ക്ലോത്തിങ് ബിസിനസ്സിൻ്റെ അതിനെക്കുറിച്ചൊക്കെ എനിക്ക് സംസാരിക്കാം. എന്തെങ്കിലുമൊക്കെ ഞാൻ തുടങ്ങാൻ പോവാണ്, ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. പക്ഷേ കുഴപ്പമില്ല, ഇനി എപ്പോഴേലും എനിക്ക് കണ്ണൂർ ഇനി അടുത്ത് പോകാൻ പറ്റുമ്പോൾ എനിക്ക് മുത്തപ്പനെ കാണണമെന്നുണ്ട്. പിന്നെ വീട്ടിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ അടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിൽ പോയി. അവിടെ നിന്ന് ഞങ്ങൾ അവിടുത്തെ ചേട്ടൻ തന്നെയാണ് പറഞ്ഞത്, അകത്ത് എണ്ണ ശിവന് വഴിപാടായിട്ട് നൽകുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അത് പക്ഷേ ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നേ. ഭയങ്കര നല്ല അമ്പലമായിരുന്നു അത്, അതിൻ്റെ ചുറ്റുപാടൊക്കെ. അപ്പോൾ ഞങ്ങൾ കറങ്ങിയൊക്കെ തൊഴുത് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് വൈകുന്നേരം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ജിബിൻ ചേട്ടൻ്റെ കൂടെ അടുത്ത സ്ഥലത്ത് പോകാം. അപ്പോൾ സൺസെറ്റൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരുന്നു ഈ ഒരു അമ്പലവും സ്ഥിതി ചെയ്തിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് കണ്ണൂരിലെ ഏറ്റവും പ്രസിദ്ധമായ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ്. രാജരാജേശ്വരി ക്ഷേത്രം എന്ന് പറയുമ്പോൾ തന്നെ ജിബിൻ ചേട്ടൻ പറഞ്ഞു അവിടെ ഈ ഭയങ്കര സെലിബ്രിറ്റീസൊക്കെ വന്നു പോയതാണ് കഴിഞ്ഞ് കുറച്ച് നാൾക്ക് മുമ്പ് ഒക്കെ. അംബാനിയുടെ മക്കളൊക്കെ വരുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. അപ്പം രാജരാജേശ്വരി ക്ഷേത്രത്തിൽ പക്ഷേ ഭയങ്കര, അതിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോകുന്ന പോലെ ഒരു ഭയങ്കര സ്ട്രിക്റ്റാണ് അവിടെ. അതായത് സ്ത്രീകൾക്ക് 7:30 8 മണിക്ക് തൊട്ട് അരമണിക്കൂറോ 1 മണിക്കൂറോ എന്തോ മാത്രമേ 7:30 മുതൽ 8:30 വരെ അങ്ങനെ എന്തോ ആണ് സ്ത്രീകളെ അതിന് ഉള്ളിൽ പ്രവേശിപ്പിക്കുള്ളൂ. ഉള്ളിലല്ല, അമ്പലത്തിൻ്റെ ചുറ്റുപാട്ടത്തൊക്കെ നിൽക്കാം, പക്ഷേ അമ്പലത്തിനകത്ത് കയറി തൊഴണമെങ്കിൽ. അപ്പം അതിന് വേണ്ടിയിട്ട് അതിന് മുമ്പായിട്ട് അപ്പം ഞങ്ങൾ അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡൊക്കെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ സ്ത്രീകൾ അതിനകത്ത് കയറണമെങ്കിൽ അവിടെ നിന്ന് എന്തോ ഒരു നെയ്യ് പോലത്തെ ഒരു സാധനം തരും. അപ്പോൾ ആ നെയ്യ് കൊണ്ട് വേണം അതിനകത്ത് കയറാൻ. അപ്പോൾ അത് വഴിപാടായിട്ട് എഴുതണം. അങ്ങനെ ഞങ്ങൾ വീണ്ടും പോയി വഴിപാട് എഴുതി വീണ്ടും തിരിച്ച് വന്ന് ക്യൂ നിന്നു. അങ്ങനെയൊക്കെയാണ് കയറിയത്. അതുപോലെ കുഞ്ഞു കുട്ടികൾക്ക് വരെ നിക്കറൊന്നും ഇടാൻ പാടില്ല, മുണ്ടെടുത്ത് തന്നെ കയറണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ ഭയങ്കര നല്ല ഒരു ഇതായിട്ട് തോന്നി. അങ്ങനെ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ തൊഴുതിട്ട് ഞങ്ങൾ നേരെ അവിടെ അടുത്ത് തെയ്യം കാണാൻ പോയി. അപ്പം തെയ്യം അവിടെ നമ്മളിവിടെ പോലെയൊന്നുമല്ല. ഇവിടെ ഉത്സവത്തിന് നമ്മൾ ഉത്സവത്തിൻ്റെ കൂടെ ഈ ഘോഷയാത്രയായിട്ട്
തെയ്യം അങ്ങനെയൊക്കെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ കറക്റ്റായിട്ട് ഇതിൻ്റെ ഐതിഹ്യം ഉൾക്കൊണ്ട് അവിടെ ഈ തെയ്യത്തിൻ്റെ ആട്ടമുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബാലിയുടെ വെള്ളാട്ടമൊക്കെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ട തെയ്യം. അപ്പം അവിടെ അടുത്തൊരു കുട്ടി ഉണ്ടായിരുന്നു, എനിക്കിതൊക്കെ പറഞ്ഞു തരാനായിട്ട്. ആ ക്ഷേത്രത്തിൻ്റെ തൊട്ട് താഴെ താമസിക്കുന്ന ഒരു കുട്ടി. അപ്പോൾ വന്ന് നിന്നിട്ട് കുഞ്ഞ് എനിക്ക് എല്ലാ കഥയും പറഞ്ഞു തന്നു. എന്താണ് ബാലിയുടെ വെള്ളാട്ടം എന്ന് ഉദ്ദേശിക്കുന്നതെന്നും പിന്നെ ബാലി സുഗ്രീവൻ യുദ്ധ കഥയും എല്ലാം പറഞ്ഞു തന്നു ക്ലിയറായിട്ട്. അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ സ്ലാങ് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് അവരുമായിട്ടൊക്കെ ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റി. ആ കുട്ടി നേരത്തെ കഥ പറഞ്ഞു തന്നുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ബാലിയുടെ വെള്ളാട്ടം കണ്ടപ്പം എന്താണ് പുള്ളി കാണിക്കുന്നത് എന്നുള്ളൊരു കഥ എനിക്ക് മനസ്സിലായി. ഈ തെയ്യം നടത്തുന്ന കുടുംബക്കാരുടെ വക അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഒരു വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു, അതെല്ലാം കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ അവിടെ ഉള്ളത് അവരുടെ ബന്ധുക്കളും അവരുടെ വീട്ടിനടുത്തുള്ള ആളുകൾ മാത്രമാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ എന്നൊക്കെ നോക്കുന്നുണ്ട്, ഇതൊക്കെ എവിടെ നിന്നാണ് വന്നത് എന്നുള്ള രീതിയിൽ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം തൊട്ടടുത്ത ദിവസം ഞങ്ങൾ വീണ്ടും രാവിലെ എണീറ്റ് 9 മണിക്കോ 8 മണിക്കോ എന്തോ അടുത്ത ബാക്കി തെയ്യത്തിൻ്റെ പെർഫോമൻസൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് രാവിലെ എണീറ്റ് ജിമിജാൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയി. അപ്പോൾ അവിടെ കനലൊക്കെ കൂട്ടുന്നുണ്ടായിരുന്നു, എന്തോ ഒരു വഴിപാട് പോലെ. അതായത് ഇവർ ഈ വെള്ളാട്ടമല്ല ബാക്കി തെയ്യങ്ങളും എല്ലാവരും ഇങ്ങനെ തെയ്യ വേഷം കെട്ടുന്നുണ്ട്. അപ്പോൾ വേഷം കെട്ടുമ്പം ഇവരുടെ മുഖത്തുള്ള ഡീറ്റെയിലിംഗ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിരുന്നു. അതായത് ഭയങ്കര ഡിഫൈൻഡ് ആയിരുന്നു. നമ്മൾ ഓരോ കുത്തും ഓരോ ഇതും നമ്മൾ കറക്റ്റായിട്ട് പെയിൻ്റ് അടിക്കുന്ന പോലത്തെ രീതിയിൽ പ്രിൻറ്റ് ചെയ്യുന്ന പോലെയായിരുന്നു അവരുടെ ഫേസിൽ ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നത്. രാമനുമങ്ങനുചന്താനും വാമിനിയെ അന്വേഷിക്കൊണ്ട് പറിച്ച് കുറ്റത്തോടങ്ങ് വീണ് വിരണ്ടെഴുന്നേറ്റ് ശക്തനതാമവനുടെ കുത്തുകളെ തിറ കൊണ്ടടിയത്തിനെ ഭവിക്കാഞ്ഞതു എന്നുടെ ഭാഗ്യമിതത്രേ തിരിയാഞ്ഞത് കൊണ്ട് ബാണത്തെ ഏറ്റില്ല. ഞങ്ങൾ ചെന്ന് അവിടുത്തെ പൂജയെല്ലാം കഴിഞ്ഞിട്ട് ആദ്യം ഞങ്ങൾ കണ്ടത് ബാലിയുടെ ആ ഒരു തെയ്യം തന്നെയാണ്. അപ്പം അത് ഭയങ്കര രസമായിരുന്നു അത് കണ്ട് നിൽക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ എനിക്ക് ഒരു കുട്ടി എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തന്നു. ആ കുട്ടി അന്നും വന്നിരുന്നു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു തന്നു എന്താ ബാലി കാണിക്കുന്നത് എന്നുള്ളത്. അപ്പം പുള്ളിക്കാരി എനിക്ക് തോന്നി ഹിസ്റ്ററി എന്തോ പഠിക്കുന്നൊരു കുട്ടിയാണ്. അപ്പം ഇതാണ് പുള്ളിക്കാരി സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്ക് ആ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര എഫക്റ്റായിട്ട് തോന്നിയത് ഒരു രൗദ്രഭാവമുള്ള ദേവിയുടെ ഒരു രൂപം ഉണ്ടായിരുന്നു. അത് ഭയങ്കര നല്ലതായിരുന്നു. പന്തമൊക്കെ കത്തിച്ചിട്ടില്ല. അത് ഞാൻ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ബാലി. അപ്പം ബാലിയുടെ പെർഫോമൻസ് കഴിഞ്ഞില്ല. അവരുടെ എന്തോ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് അവരിങ്ങനെ പിറകെ തിരിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സൈഡിൽ ഫ്രണ്ടിൽ
ഫ്രണ്ടിൽ കുറച്ച് പേര് ഇരുന്നവരൊക്കെ മാറിപ്പോയി. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇവർ അവിടെ കനൽ കൂട്ടിയിട്ടിരുന്നില്ലേ, അതിങ്ങനെ കാലുകൊണ്ട് തെറിപ്പിക്കുകയൊക്കെ ചെയ്യും. ഒരു ഉച്ച ആവാറായപ്പോൾ ആളുകളുടെ തിരക്കൊക്കെ കുറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും കുറേ ടൂറിസ്റ്റുകൾ വന്നു. അവർ എൻ്റെ അടുത്താണ് ഇരുന്നത്. അപ്പോൾ അവർക്ക് ഡീറ്റെയിൽസൊക്കെ ഞാൻ കുറച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. കുറേ ആ കുട്ടി, ഞാൻ നേരത്തെ പറഞ്ഞ ആ പെൺകുട്ടി പറഞ്ഞു കൊടുത്തു ഡീറ്റെയിൽസൊക്കെ. ഞങ്ങൾ കാണാൻ പോയ ആ സമയത്തുള്ള തെയ്യം വേഷം കെട്ടുന്നത് 2 സമുദായത്തിലുള്ള ആളുകളായിരുന്നു. അപ്പം മറ്റൊരു നമ്മൾ നേരത്തെ കണ്ട ബാലിയുടെ അല്ല, വേറൊരു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ തെയ്യം വേഷവും ഞങ്ങൾക്കവിടെ കാണാൻ പറ്റി. ഇത് വിഷ്ണുമായ എന്ന് പറയുന്ന തെയ്യമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഭഗവതി. ഭഗവതി കുറച്ച് ദേഷ്യരൂപത്തിലുള്ളൊരു ഭഗവതിയാണ്. അപ്പം ഫ്രണ്ടിലിങ്ങനെ പന്തമൊക്കെ കൊളുത്തിയിട്ടുള്ള വളരെ ഭയങ്കര നല്ല രസമുള്ളൊരു, എല്ലാവരും ഇങ്ങനെ കണ്ടു നിന്ന് പോകുന്നൊരു തരത്തിലുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു പുള്ളി കാഴ്ചവെച്ചത്. ഈ തെയ്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ വിഷ്ണുമായ തെയ്യം കെട്ടിയ സമുദായത്തിൽപ്പെട്ട മറ്റൊരു തെയ്യമാണ്. തെയ്യത്തിൻ്റെ പേര് ഗുളിക തെയ്യം എന്നാണ്. ഈ പെർഫോമൻസ് കൂടെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുവിധം പെട്ട എല്ലാം കഴിഞ്ഞു. പിന്നെ കുറച്ച് ഹൈറ്റുള്ള, അതൊരു ദേവിയുടേതാണ്, നല്ല പൊക്കമുള്ള ഒരു തലയുടെ മുകളിലൊരു കിരീടം വെച്ചിട്ട് അതിൻ്റെ ഒരു പെർഫോമൻസും കൂടെ ഉണ്ടായിരുന്നു. അപ്പം അതും ഞാനിപ്പോൾ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ കിരീടം വെച്ചിട്ടുള്ളൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് പേടിയാവും, അതായത് വീണു പോവോ എന്നുള്ളൊരു രീതിയിലാണ് ആ ഒരു സാധനം. അവർ അത്രയും ഭയങ്കര വെയിറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരാൾ തന്നെ അത് വെച്ചിട്ട് ഉള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് അവിടെ ഫുഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഫുഡൊന്നും കഴിക്കാൻ ഞങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ചു ജിബിൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. ശരിക്കും പറഞ്ഞാൽ കണ്ണൂരിൽ പോയിട്ട് വന്ന ആ ഒരു യാത്ര ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സ് കാമാക്കി. അതായത് ഇത്രയും നല്ല അമ്പലങ്ങളും ആക്ച്വലി നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് സെറ്റ് ചെയ്യുന്ന തരത്തിലുള്ളതാണ്. എങ്കിലും ഇത്രയ്ക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ എനിക്ക് കിട്ടി. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയോടും ഫ്രണ്ടിനോടും ജിബിൻ ചേട്ടനോടുമാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളുമായി കാണാം.